അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ രണ്ടാമത്തെ 10 വിട പറയാൻ ഒരുങ്ങുകയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ സഫർ മാസത്തിൻ്റെ 2 പത്തുകൾ 20 ദിവസം കടന്നു പോകുന്നു. ഇനി 10 ദിവസം കൂടിയുള്ളൂ സഫറിൽ. അത് കഴിഞ്ഞ് പിന്നെ പുണ്യ റബീഉൽ അവ്വൽ കടന്നു വരികയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഈ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ സ്വീകരിക്കട്ടെ. ഏത് മാസമാണെങ്കിലും ചെയ്യുന്ന ഇബാദത്ത് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ പോയില്ലേ. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ കബൂലാക്കണേ അല്ലാഹ്. എല്ലാ തെറ്റുകളും നീ മാപ്പാക്കി തരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ പുണ്യമായ തിങ്കളാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നാളെ തിങ്കളാഴ്ച പകലാണ് അല്ലേ. ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ആ റബീഉൽ അവ്വലിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് തന്നെ സ്വലാത്ത് ചൊല്ലിയ നാവ് കൊണ്ടാണ് അല്ലേ. അള്ളാഹുവെ പടച്ചവനെ, ആ മുത്തുനബിയോടുള്ള ഇഷ്ടം ഞങ്ങളുടെ ഖൽബിൽ നീ അധികരിപ്പിച്ച് തരണേ അല്ലാ. ആ ഇഷ്ടം നമുക്ക് അധികരിക്കാനുള്ള വലിയൊരു മാർഗമാണ് മുത്തായ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസ് നമുക്കൊരു പുണ്യമായ ഒരു സ്വലാത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അള്ളാഹു ആ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ മാറ്റിത്തരട്ടെ, നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, നമ്മുടെ ദുആഇനെ അള്ളാഹു തആല കബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് കിട്ടണം അല്ലേ. ആഖിറത്തിൽ നമുക്ക് വിജയിക്കണം. മുത്തുനബിയുടെ ശഫാഅത്ത് നമുക്ക് കിട്ടണം. അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് കിട്ടണം. മുത്തായ ഹബീബിൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടണം അല്ലേ. മാത്രമല്ല ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഇസ്സത്ത്, അഭിമാനം നമുക്ക് വേണം. എല്ലാത്തിനും ഉപകരിക്കുന്നൊരു സ്വലാത്താണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. 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 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. നമ്മളെല്ലാവരും മുത്തായ ഹബീബിനൊന്ന് കാണാൻ കൊതിക്കുന്നവരാണ്. ആ മുത്തുനബിയെ കാണാനുള്ള ഒരുപാട് മാർഗങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അപ്പം നബിതങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള പ്രത്യേകമായ സ്വലാത്തുകളുണ്ട്. എല്ലാ സ്വലാത്തിനും പ്രത്യേകത ഉള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഹബീബിനെ നമുക്ക് സ്വപ്നത്തിൽ കാണാനും, മാത്രമല്ല സ്വലാത്തിൻ്റെ ഒരുപാട് നേട്ടങ്ങളുണ്ടല്ലോ. നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ, പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ, മക്കൾ അതൊക്കെ വിജയിക്കാനും, അതുപോലെ നമ്മുടെ ടെൻഷനുകൾ മാറാനും, എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവാനും ഒക്കെയായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു സ്വലാത്ത് പറയാം. എല്ലാവരും ഒന്നിച്ച് പറയണം കേട്ടോ.
اللهم صل على محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. പറഞ്ഞു ഒന്നിച്ചു പറഞ്ഞു. اللهم صل على محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്തിനാ? സ്വർഗത്തിൽ പോവാനാ. നമ്മളെ ഇബാദത്ത് എടുക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടി അതുവഴി നമുക്ക് സ്വർഗത്തിൽ കടക്കാനാണ്. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഒരു മനുഷ്യൻ നിത്യമായി ഒരു ദിവസം 100 വട്ടം 100 പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ഒരു ദിക്ർ പറഞ്ഞാൽ അവനക്ക് അല്ലാഹു തആല അവൻ മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോൾ, വിചാരണയ്ക്ക് വേണ്ടി വരുമ്പോൾ അവനക്ക് വേണ്ടി സ്വർഗത്തിലെ കവാടങ്ങൾ തുറന്നിടുമെന്നാണ്. അത്രമാത്രം സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മുട്ടി അകത്തേക്ക് കടക്കാനുള്ള ലൈസൻസ് അള്ളാഹു തരണോ? ഈ ദിക്ർ പറഞ്ഞാൽ മതി. നമുക്ക് ആ ദിക്ർ ഒന്ന് പറഞ്ഞാലോ? അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളിവിടെ 100 പ്രാവശ്യം പറയുന്നില്ല, നിങ്ങൾ കഴിയുന്നത് പോലെ 100 പ്രാവശ്യം അല്ലെങ്കിൽ 100 200 ഒക്കെ പറയാം. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. ബിസ്മില്ലാ പറഞ്ഞോ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ.
ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. അല്ലാഹുവിൻ്റെ 99 പേരുകൾ. ഈ 99 പേരിനും വ്യത്യസ്തമായ നേട്ടങ്ങളും ഗുണങ്ങളുമാണ്. മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവകളുടെ ഒരു കിതാബിൽ അള്ളാഹുവിൻ്റെ ഈ പേരുകൾക്ക് വ്യത്യസ്തമായ നേട്ടങ്ങളുണ്ട് എന്ന് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവാനും ഹൈറായ സമ്പത്തുണ്ടാവാനും അതുപോലെ ഹൈറായ രൂപത്തിൽ നമുക്ക് വരുമാനം ഉണ്ടാവാനും ദാരിദ്ര്യമെല്ലാം മാറി മക്കളിലൊക്കെ സ്വലാഹിയത്ത്, മക്കളിലൊക്കെ എല്ലാവിധ ബറക്കത്തുണ്ടാവാനും പറ്റിയ ഒരു ഇസ്മാണ്. 2 ഇസ്മുകൾ ചേർത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അള്ളാഹുവിൻ്റെ 2 പേരുകൾ. യാ ഗനിയു യാ മുഗ്നി യാ Allah ya ghaniyu ya mughni ya 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 Allah ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനത്തക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതായത് നമ്മുടെ നാവ് ഭംഗിയുള്ളതാവണം, നമ്മുടെ ഈമാൻ ഒന്ന് പുതുക്കി വരണം, നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഒന്ന് പ്രകാശിക്കണം.
അതിന് പറ്റിയ ഒരു ദിക്റുണ്ട്. ദിക്റുകളുടെ നേതാവ് സയ്യിദുൽ അദ്കാർ അതേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും ഞാനും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ദിക്റിനെ കവച്ചു വെക്കാൻ വേറെ ഒരു ദിക്റുമില്ല. നമുക്ക് ആ ദിക്ർ ഒന്ന് പറഞ്ഞാലോ? ആ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ഹലാലായ മുറാദുണ്ടോ എല്ലാം അള്ളാഹു ഹാസിലാക്കട്ടെ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. നല്ല ആത്മാർത്ഥതയോടുകൂടി എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ പ്രതീക്ഷകളാണ്. ഇന്ന് ഇന്നാലിന്ന കാര്യം ചെയ്യണം, ഇന്ന് അവിടെ പോകണം, ഇവിടെ പോകണം, ഇന്ന് അയാൾക്ക് അത് കൊടുക്കണം, അയാളുടെ കയ്യിൽ നിന്നും ഇത് വാങ്ങണം. അങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഹൈറായി നമുക്ക് കിട്ടാനും അള്ളാഹുവിൻ്റെ എല്ലാവിധ സഹായവും ബറക്കത്തൊക്കെ ഉണ്ടാവാൻ, അള്ളാഹുവിൻ്റെ കാവൽ, നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ കാവലുണ്ടാവാൻ, മക്കളുടെ കാര്യങ്ങളിലും ജോലിയിൽ, നമ്മുടെ വാഹനത്തിൽ, കച്ചവടത്തിൽ, എല്ലാത്തിനും ഹൈറുണ്ടാവാനൊക്കെയുള്ള ഒരു ദിക്റാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. 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 ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്.
ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. നരകമോചനം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും നരകത്തിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കണ്ണുകൊണ്ട് പോലും നരകത്തെ കാണുന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമുക്ക് നരകത്തിൽ നിന്നും മോചനം കിട്ടണം. നരകത്തിൽ നിന്നും മോചനം കിട്ടി പിന്നെ എങ്ങോട്ട് പോകണം? നമുക്ക് സ്വർഗത്തിൽ പോകണം. അല്ലാഹു തആല നമുക്ക് സ്വർഗം തരട്ടെ, നരകമോചനം തരട്ടെ. നമുക്ക് അങ്ങനെ ഒന്ന് ദുആ ചെയ്താലോ? അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു, അല്ലാഹുമ്മ അജിർനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. വിശുദ്ധമായ ഖുർആനിൽ റബ്ബന എന്ന് വാക്കുകൊണ്ട് തുടങ്ങുന്ന ഒരുപാട് ദുആകളുണ്ട്. നമ്മൾ അതിലെ ഒരുപാട് ദുആ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു ദുആ അല്ലേ, അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ, നമുക്ക് ദുന്യവിയും ഉഖ്റയുമായ എല്ലാ നന്മകളും കിട്ടാനും അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ടുള്ള കാവൽ കിട്ടാനൊക്കെ പറ്റിയൊരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഖുർആനിലൊരു ദുആ,
ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما الحمد لله നമ്മുടെ ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്തുകൊണ്ടും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു മജ്ലിസാണ്, യാതൊരു സംശയവുമില്ല. ഒരുപാട് നിഷ്കളങ്കരായ ഉമ്മമാരും ഒരുപാട് ഉപ്പമാർ, തഹജ്ജുദ് മുടക്കാത്ത എത്രയോ ബാപ്പമാരുള്ള സദസ്സാണ് അല്ലേ. അള്ളാഹു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അള്ളാഹു സഫലീകരിച്ച് തരുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കട്ടെ. നമ്മുടെ ഈ മജ്ലിസിൽ പ്രത്യേകമായി ആരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാവട്ടെ, റാഹത്തിലാക്കി കൊടുക്കുമാറാവട്ടെ ഇൻഷാ അള്ളാഹ്. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരൊക്കെ ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരൊക്കെ ദുആ വസിയത്ത് പറഞ്ഞു എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ ദുആയിനെ, നമ്മുടെ ഒരുമിച്ച് കൂടൽ, നമ്മുടെ മജ്ലിസ് എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين
اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أرحم الراحمين يا രാജാതിരാജനായ റഹ്മാനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ഈ ദുആഇനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് അബദ്ധങ്ങൾ പറ്റിയവരാണ് അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒറ്റക്കും കൂട്ടായി റബ്ബേ രാത്രിയിലും പകലിലുമൊക്കെ നിരവധി തെറ്റുകൾ അബദ്ധങ്ങൾ പറ്റിയവരാണ് എല്ലാം ഞങ്ങൾ ഏറ്റുപറയുകയാണ് ഞങ്ങൾ തൗബ ചെയ്യുകയാണ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ പാപങ്ങളെ നീ പൊറുത്തു തരണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ഇനിയുള്ള കാലം നിനക്കും നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം നൽകണേ അല്ലാ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർ സഹോദരി സഹോദരന്മാര് കൂട്ടുകാര് നാട്ടുകാര് അയൽവാസികൾ റഹ്മാനെ ആരെല്ലാം മരണപ്പെട്ടോ ലോക മുഅ്മിനീങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ മർഹമത്ത് നൽകണേ അല്ലാ സ്വർഗ്ഗപ്രവേശനം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ നരകമോചനം അവർക്കും ഞങ്ങൾക്കും നീ നസീബാക്കണേ അല്ലാ പടച്ച റബ്ബേ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് നിഷ്കളങ്കരായ പാവപ്പെട്ട ഉമ്മമാരുണ്ട് ഒരുപാട് ഇബാദത്തെടുക്കുന്ന ഉപ്പമാരുണ്ട് ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ റഹ്മാനെ ഞങ്ങൾ ഒരുപാട് ദിക്ർ പറഞ്ഞിട്ടുണ്ട് തസ്ബീഹ് പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നിന്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ദുആരക്കുകയാണ് റബ്ബേ ഞങ്ങളുടെ ദുആ നീ ഖബൂലാക്കി ഞങ്ങളുടെ മനസ്സിന്റെ വിഷമങ്ങൾ നീ മാറ്റിത്തരണയല്ലാ പ്രശ്നങ്ങൾ മാറ്റണയല്ലാ സങ്കടങ്ങൾ മാറ്റണയല്ലാ രോഗങ്ങൾ നീ ശിഫയാക്കി തരണയല്ലാ അല്ലാഹുവേ മാരകവും അല്ലാത്തതുമായ രോഗങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ നഷ്ടപ്പെടുത്തല്ലയല്ലാ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണയല്ലാ അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ നീ നന്മകൾ തരണയല്ലാ എല്ലാവിധ സലാമത്തും തരണേ റഹ്മാനേ അല്ലാഹുവേ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ ഓരോ വീഡിയോകൾക്ക് താഴെയും പറയാറുണ്ട് അവരുടെയൊക്കെ മനസ്സിലുള്ള നല്ല ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്ക് റബ്ബേ വിവാഹപ്രായമെത്തിയ ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ ഖൈറായ ഇണകളെ കൊടുക്ക് റബ്ബേ അല്ലാഹുവേ വീട് പണി നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ വിനീതന്റെ ഉൾപ്പെടെ എൻ്റെ ഉൾപ്പെടെ ഒരുപാട് പേരുടെ വീട് പണി നടക്കുകയാണ് അതെല്ലാം നീ എളുപ്പത്തിലാക്കി തരണേ അല്ലാ അതിൻ്റെയൊക്കെ സാമ്പത്തികമായ സ്രോതസ് അല്ലാഹുവേ നീ തുറന്ന് തരണേ റഹ്മാനെ എല്ലാം നീ നിന്റെ ബറക്കത്തിലാക്കണയല്ലാ സലാമത്തിലാക്കണയല്ലാ ഖൈറിലാക്കണയല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ വീടുകളിൽ നീ ഐശ്വര്യം തരണയല്ലാ എല്ലാവിധത്തിലുള്ള ശർബല മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വാഹനം ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ കച്ചവടം എല്ലാത്തിനെയും നീ കാക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ നിരവധി പേരാണ് ഞങ്ങളോട് ദുആരക്കാൻ പറഞ്ഞത് ഉസ്താദേ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി 15ആയി 25ആയി ഇതുവരെ മക്കളില്ല അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളിൽ നീ നന്മ നിറച്ച് നൽകണേ അല്ലാ സ്വലാഹിയത്ത് കൊടുക്കണേ അല്ലാ അദബ് കൊടുക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ആധുനിക കാലഘട്ടം വളരെ മോശപ്പെട്ട കാലമാണ് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാവിധത്തിലുള്ള ദുശീലങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി യാസീനോതുന്ന പൊട്ടിക്കരഞ്ഞ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഈ സാല് സവാബ് നടത്തുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണയല്ലാ അവരുടെ രോഗങ്ങൾ ശിഫയാക്കണയല്ലാ അവരുടെ പഠനങ്ങൾ എല്ലാത്തിലും നീ എളുപ്പം നൽകണയല്ലാ പരീക്ഷകൾ വഴുകയാണ് പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു പലതും കഴിഞ്ഞു ഉന്നതമായ വിജയം ഞങ്ങളുടെ മക്കൾക്കും ബന്ധപ്പെട്ടവർക്കും നീ കൊടുക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനേ അല്ലാഹുവേ പടച്ചവനെ ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ അഭിമാനം നൽകണേ റഹ്മാനേ അല്ലാഹു ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങളിലേക്ക് നീ തരല്ലേ അല്ലാ ഞങ്ങളെ കൊണ്ട് നീ ചെയ്യിപ്പിക്കല്ലേ അല്ലാ അല്ലാഹു ഞങ്ങളുടെ മജ്ലിസിന്റെ ദുആ സ്വീകരിക്കണേ അല്ലാ ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും അടുത്ത വർഷം ഹജ്ജിന് പോവാൻ നിയത്താക്കിയിട്ടുണ്ട് അത് നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത കാലത്ത് തന്നെ ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂൽ
മഖ്ബൂലും മബ്റൂറുമായി ചെയ്യാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നിലവിൽ ഹറമിലുള്ളവരുണ്ട്, ആ യാത്ര ഉദ്ദേശിക്കുന്നവരുണ്ട്, ഡേറ്റ് കിട്ടിയവരുണ്ട്. റഹ്മാനെ എല്ലാവരുടെയും ഉംറയും അതുപോലെ സിയാറത്തും എല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ നീ ജോലി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, എല്ലാവരുടെയും കടങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധമായ സഫർ മാസത്തിന്റെ പുണ്യമായ ദിനങ്ങൾ വിട പറയുകയാണ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. പവിത്രതകൾ ഏറെ നിറഞ്ഞ പുണ്യമായ റബീഉൽ അവ്വൽ മാസം വരികയാണ് റഹ്മാനേ. ആ പുണ്യമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നീ തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാഹ്, ഇഖ്ലാസ് തരണേ അല്ലാഹ്, മുത്ത് ഹബീബിനോടുള്ള മഹബ്ബത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാഹ്. അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങൾ, ദുഷിച്ച മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് തരണേ അല്ലാഹ്, ഇണക്കം തരണേ അല്ലാഹ്, പിണക്കങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. എല്ലാം നീ ഏറ്റെടുത്ത് വേണ്ടതുപോലെ മുറ പോലെ നടത്തി തരണേ അല്ലാഹ്. ഞങ്ങൾ നിന്നിലേക്ക് തവക്കുലാക്കുകയാണ് എല്ലാ കാര്യങ്ങളും. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ, നമ്മുടെ ദുആയിനെ എല്ലാം ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.